ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എർത്ത് ലവേഴ്സ് മീഡിയയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മഞ്ഞക്കൂരിക്കൂട് സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. 3 ചതുരക്കൂടും ഒരു റൗണ്ട് കൂടുമാണുള്ളത്. അപ്പോൾ എങ്ങനെ സെറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇതിനകത്ത് നമ്മൾ കോഴിക്കോടിലാണ് സെറ്റ് ചെയ്യുന്നത്. കോഴിക്കോടിൽ എങ്ങനെ വെച്ചേക്കുന്നതെന്നൊന്നും നമ്മൾ കാണിക്കുന്നില്ല, കാരണം പലർക്കും ചിലപ്പോൾ അതൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കും. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ വെക്കുന്ന സാധനം നമ്മളാദ്യം കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ കൂടുകൾ. അങ്ങേ അറ്റത്ത് കിടക്കുന്നതാണ് റൗണ്ട് കൂട്, ബാക്കിയെല്ലാം ചതുരക്കൂടാണ്. പിന്നെ കുപ്പി വെട്ടി വെച്ചാണ് നാക്ക് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് വേറൊരു വലക്കകത്താണ് നമ്മൾ തീറ്റി സെറ്റ് ചെയ്തേക്കുന്നത്, കാരണം മീൻ പെട്ടെന്ന് കയറിയ തിന്ന് തീർക്കരുത്, അതിൻ്റെയാണ്. അത് തന്നെയല്ല പൊങ്ങി ഒഴുകി നടക്കുകയും ചെയ്യരുത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എർത്ത് ലവേഴ്സ് മീഡിയയിലേക്ക് സ്വാഗതം. പോച്ചാ ശരി, പെട്ടെന്ന് സ്വിച്ച് ഓൺ ആക്കാം ആദ്യം. അങ്ങനെ പ്രിയ സുഹൃത്തുക്കളെ, ഒരു കൂട് നമ്മൾ ഈ ഒഴുകി വന്നേക്കുന്ന ഇതിൽ കെട്ടാനാണ്. കുറേ നാളായിട്ട് ഇതിവിടെ കിടപ്പുണ്ട്, അതുകൊണ്ട് ഒഴുകി പോത്തൊന്നും ഇല്ല. പേടിയെന്ന് പറഞ്ഞ സാധനം ഇല്ലല്ലേ ചാ? അതിനൊന്നും പേടിയെന്ന് പറഞ്ഞ സാധനം ഇല്ലെന്ന്. എന്തും വരട്ടിട്ടോ, പത്ത് കേട്ടണേ, വെള്ളം തെറിപ്പിക്കുക. അതിലോട്ട് കെട്ടിക്കോ. വലിയ ആഴമൊന്നും ഇല്ലല്ലേ, വെള്ളം ഇറക്കാൻ കൂടാണല്ലോ. അതേ കിട്ടിയാൽ പൊങ്ങി നിൽക്കും. പൊങ്ങി നിൽക്കണ്ട. ഓക്കെ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇത് കണക്ക് നമ്മൾ പല സ്ഥലത്തും ഇത് സെറ്റ് ചെയ്യും. എന്നിട്ട് നാളെ രാവിലെ നമ്മൾ പൊക്കും. സാധാരണ തീറ്റി സെറ്റ് ചെയ്ത് അന്ന് തന്നെ മീൻ കിട്ടാനുള്ള സാധ്യത കുറവാണ്. എന്നാലും നാളെ നമ്മൾ പൊക്കി നോക്കും, അപ്പോൾ കാണാൻ മീൻ കിട്ടൂല എന്നുള്ളത് അല്ലേ ചാ? അപ്പോൾ അടുത്ത സ്പോട്ടിലോട്ട് പോവാം. ഓക്കെ, ഹായ്, ഗുഡ് മോർണിംഗ്. ഇങ്ങനെ നമ്മൾ 4 ട്രാപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്നത് മഞ്ഞക്കൂരിയാണ്. അപ്പോൾ നമ്മൾ ട്രാപ്പ് വെച്ച സ്ഥലത്തേക്ക് പോവുകയാണ്. നമ്മളിങ്ങോട്ട് പോയേക്കാം. എന്താകുമെന്നറിയാം. വെള്ളം നന്നായിട്ട് പറ്റിപ്പോയി അല്ലേ? തുഴ എടുക്കാമായിരുന്നില്ലേ? നല്ലത്. എന്നാ ചോളെ പരലുണ്ട്, പരല് എടുക്കണ്ടല്ലോ. ഇല്ല, പരല് അതിനകത്ത് കിടന്നോട്ടാ. ഈ പരല് കാണുമ്പോൾ കൂടി മഞ്ഞക്കൂരി കയറും. ചെമ്മീനുണ്ട്. ചെമ്മീനൊക്കെ മഞ്ഞക്കൂരിക്ക് ഭയങ്കര പ്രിയമാണ്. ഞാൻ ഒരു പ്രാവശ്യം വന്ന് ഇങ്ങനെ കൂട് വെച്ചിട്ട് മഞ്ഞക്കൂരി കയറിയേ. പക്ഷേ അതിൻ്റെ തലേ ദിവസം ഞാൻ വന്ന് നോക്കുമ്പോൾ കുറച്ച് ചെമ്മീൻ മാത്രം കിടപ്പുള്ളായിരുന്നു. പിറ്റേ ദിവസം ഒറ്റ ചെമ്മീനില്ലായിരുന്നു. കറിക്ക് മഞ്ഞക്കൂരി വെട്ടിയപ്പോൾ ചെമ്മീൻ അതിനകത്തുണ്ടായിരുന്നു. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ മാത്രമല്ല രാവിലെ മീൻ പിടിക്കാൻ ഇറങ്ങിയിട്ടുള്ളത്. ഇന്നലെ വലയിട്ട നമ്മുടെ അയലോക്കാരൻ ചേട്ടനും രാവിലെ വല പിടിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു പൊടിവല ഇട്ടേക്കെന്ന് തോന്നുന്നു. അതായത് പരല്, പള്ളത്തി പോലുള്ള മീനുകൾ കിട്ടുന്ന വല. അപ്പോൾ നമ്മൾ പോയി ബാക്കിയുള്ള കൂടുകളിലൂടെ പോക്കട്ടെ കേട്ടോ. തെങ്ങ് കിടന്ന കടലിലൂടെ കിടപ്പുണ്ടായിരുന്നു, പക്ഷേ കാറ്റിനങ്ങ് മറിഞ്ഞു പോയി. നമ്മൾ കുറ്റിയടിച്ചാൽ വെച്ചിരുന്നുണ്ടായിരുന്നതുകൊണ്ട് നമ്മുടെ കൂട് ഇവിടെ ഉണ്ടാവും. കടലിൻ്റെ മേളിൽ കൂടെ കയറി മറിഞ്ഞങ്ങ് പോയി. എല്ലാം അനങ്ങുന്നുണ്ടോ? മീൻ അത് കരക്കിരിക്കുമല്ലായിരുന്നു, കരക്കിരിക്കുമല്ലായിരുന്നു കൂട്. ചെമ്മീനുണ്ട് ചാ, ചെമ്മീൻ എടുക്കണം. ഇത്ര 3 എണ്ണം കൊണ്ടല്ലേ ഉള്ളൂ. ഇതെടുത്ത് കരക്കോട്ട് വെച്ചേരും, നമുക്ക് വേറെ എവിടെയെങ്കിലും ഇടാം.
അപ്പോൾ ഇതും ചീറ്റിയിട്ടുണ്ട്. കടലിൽ മാറിപ്പോയതാ പണിയായ, ഇല്ല മീൻ കിട്ടിയേനെ. അതെ, ഇപ്പം കടലിൽ മാറിപ്പോയാൽ പിന്നെ വേറെ എവിടെയും വെക്കണ്ടേ അല്ലേ? പിന്നെ കാറ്റായിരുന്നല്ലേ ഇന്നലെ? ഇതിനകത്ത് തന്നെ ഉള്ളത്. ഇതിനകത്ത് 2 പരൽ, 2 ചെമ്മീൻ, 2-3 ചെമ്മീനുണ്ടല്ലേ? ആ, പിള്ളേർക്ക് വറക്കാനുള്ള ചെമ്മീനുണ്ട്. എല്ലാം കൂടെ എടുത്താൽ അതും എടുത്ത് കറിക്കോട്ട് വെച്ചേര്. വേറെ എവിടെയെങ്കിലും ഇടാം. ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഈ കാണുന്നത് തെക്കേറായിരം പാടത്തിൻ്റെ സെക്രട്ടറിയുടെ ഓഫീസാണത്. അതായത് ഇതുപോലുള്ള ബണ്ടുകളിലൊക്കെ നേരത്തെ ഇഷ്ടംപോലെ ഓഫീസുകളുണ്ടായിരുന്നു. അതായത് വളവും വിത്തും ഒക്കെ വെക്കുന്ന, പിന്നെ കൃഷിയിടത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വിശ്രമിക്കാൻ പറ്റുന്ന ഒരുതരം ഷെഡ് ഉണ്ടാക്കുന്നതാണ് നമ്മൾ ഓഫീസെന്ന് പറയുന്നത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ റൗണ്ട് കൂട് പൊക്കാനുള്ള പോക്കാണിനി. ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ആദ്യത്തെ 3 കൂട് പൊക്കിയിട്ട് നമുക്ക് ഉപയോഗത്തക്ക രീതിയിലുള്ള മീനൊന്നും കിട്ടിയില്ല. ആദ്യത്തെ കൂട് പൊക്കിയപ്പോൾ ഒരു 5 പരലും 2 ചെമ്മീനും ഉണ്ടായിരുന്നു. പിന്നത്തെ കൂട്ടിലാണെങ്കിൽ ഒരു 3-4 ചെമ്മീൻ വെച്ചുണ്ടായിരുന്നു. പക്ഷേ അത് നമ്മുടെ വള്ളത്തിൽ തന്നെ ഉണ്ട്. ഇനി ലാസ്റ്റ് കൂടെ പൊക്കണം, എന്തെങ്കിലും കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മിക്കവാറും നമ്മൾ തീറ്റി സെറ്റ് ചെയ്യുന്ന ആദ്യത്തെ ദിവസം അങ്ങനെ മീൻ അധികം കിട്ടാറില്ല. അധികമൊന്നും കിട്ടാറില്ല, ചില സമയത്ത് കിട്ടാറുമുണ്ട്. അപ്പോൾ നമ്മൾ പ്രതീക്ഷയോടെയാണ് ലാസ്റ്റ് കൂട് പൊക്കാൻ പോകുന്നത്. എന്താവുമെന്ന് അറിയില്ല, നമുക്ക് പോയി നോക്കാം. വെള്ളം കുറച്ചും കൂടെ വലിച്ചു കയറ്റാമെങ്കിൽ ഓളം മാറ്റിയോ? പൊങ്ങോട്ടെ. കഴിഞ്ഞാൽ പിടിച്ചോ? ഇതല്ലോ ഊരിയുണ്ടോ? അതുകൊണ്ട് ഇപ്പുറത്തെ ഒരു മുഴുത്ത ഊരിയുണ്ട്. അഴിച്ചെടുത്തേ. ഒട്ടേ നിൽക്ക നീ വെച്ചേ ഒട്ടിയേ താട്ട് വെച്ചേ. വെള്ളിടരുത്, ആ കുഞ്ഞുങ്ങൾ ചെത്തുപോരുത്. വാളയ്ക്ക് ചൂണ്ട കിട്ടാൻ ബെസ്റ്റ് സാധനം അത്. ഇതുണ്ടോ ഈ മഞ്ഞക്കുരു കുഞ്ഞുങ്ങൾ അടിക്കുകയാണെന്നല്ലേ മുഴുത്ത വാളെ അടിക്കുകയുള്ളൂ. ഇതെവിടെ കഴിഞ്ഞ പിടിച്ചേ? കഴിഞ്ഞാൽ പിടിച്ചൊന്നും അല്ലത്, കൂടിൻ്റെ നാക്ക. ഇതേലും അങ്ങനെ കഴിഞ്ഞാൽ പിടിക്കത്തില്ല. എന്നാൽ അഴിക്ക്, ഇവിടെ തന്നെ ഇടാം. മീനഴിച്ച് വിട്. ഇത് ഒരു മഞ്ഞക്കുരു മുഴുത്തുണ്ട്. കൊമ്പടിച്ചാൽ കൂടി അല്ല, കൊമ്പടിക്കാതെ എടുക്കാം. മഞ്ഞക്കുരു കുഞ്ഞുങ്ങൾ ഒരു കാരണവശാലും കളയരുത്. പ്രിയ സുഹൃത്തുക്കളെ, ഇത് കുഞ്ഞാണെന്ന് കരുതി നിങ്ങൾ വിടാനൊക്കെ പറയും. പക്ഷേ ഈ മീനെ ഇട്ടിട്ടാണ് നമ്മൾ ആറ്റുവാള പിടിക്കാൻ പറ്റുന്നത്. ബൈറ്റാണ് ഇത്. അതായത് ചെറിയ ഇരയെ കോർത്തിട്ടാണ് നമ്മൾ വലിയ മീൻ പിടിക്കുന്നത്. അപ്പോൾ ഇതിന് പറ്റിയ ഇര ഇത് അഴിക്ക്. ഞാൻ ഒറ്റ കൈക്ക് അഴിക്കാൻ പറ്റത്തില്ലല്ലോ. നാളെ മീൻ കിട്ടും. നാളെ ഇവിടുന്ന് അതങ്ങനെ എൻ്റെ രീതി.
കയറി തിരിഞ്ഞ് കിടക്കണം. കൊമ്പം കുടിച്ചു വിടുക. അങ്ങനെ കട്ടിയായി കൊമ്പ്. ഒന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ട് 2 തിരി ഇരിക്കുമ്പോൾ ഒടിഞ്ഞു വിട്ടു. അങ്ങനെ ഒടിയത്തില്ല. ഭാര്യയായോ പാടാ ഓടിക്കാൻ. ഒന്നുകൂടെ അങ്ങോട്ട്. അത്രേ ഉള്ളൂ. ഒരെണ്ണം കിട്ടിയെങ്കിൽ നാളെ 10 എണ്ണം കിട്ടും. അത് കുറഞ്ഞു കിട്ടിയല്ലോ. ഓക്കെ. സോറി സുഹൃത്തുക്കളെ, ഇതാണ് കുരുകുഞ്ഞുങ്ങൾ. ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ചാകത്തൊന്നുമില്ല. ഒരാഴ്ചയോളം നമുക്ക് ചൂണ്ടയിൽ കിട്ടിയിടാൻ പറ്റും. അത് ചുമ്മാ ചെന്ന് പൊക്കി നോക്കിയാൽ മതിയായിരിക്കും. അല്ല, എന്നും ചൂണ്ട അഴിച്ചെടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അച്ചാച്ചൻ പറഞ്ഞ ഇത് കഴുന്നാ പിടിച്ചതാണ്. പക്ഷേ അത് അച്ചാച്ചനെ തെറ്റിപ്പോയതാണ്. കഴുന്നായൊന്നും പിടിച്ചതല്ല, നാക്ക് തന്നെയായിരുന്നു അത്. അവിടെ കുറച്ച് ചവറുണ്ടായിരുന്നു. കല്ലെടുത്ത് വെച്ചിട്ട് ഒഴുക്കത് ശക്തമല്ല കേട്ടോ. അത് സാരമല്ല, ഒഴുക്കത്ത് മീൻ കിട്ടും. കുൽക്കുറായിട്ടല്ല ഇത് കിടക്കുന്നത്. അത് കുഴപ്പമില്ല. നുറുക്കി കെട്ടണേ. ഇതെവിടെ കൊണ്ടിടുന്നേ? ഇതൊന്ന് പുക്കരീച്ചൻ്റെ ഒക്കെ അവിടുത്തെ കടലിൻ്റെ അവിടെ, ഒന്ന് നമ്മുടെ അപ്പുറത്തെ കടലിൻ്റെ അവിടെ ഇടാം. ആ, അപ്പോൾ ഈ ചെമ്മീൻ ആ കൂട്ടത്തിലും എടുത്താൽ മതി. അപ്പം ചെമ്മീനും മഞ്ഞക്കുരി ഇടാകുമ്പോൾ ഒരു വറക്കാനുള്ള മീനാവും. സംഭവം. ആ, മറ്റേ പരലും കൂടെ എടുത്തിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. പക്ഷേ നമ്മൾ ഇവിടെ മഞ്ഞക്കുരി ആണെന്ന് കരുതിയിട്ട് പരലെടുക്കാൻ. ഇന്ന് ഒരു മഞ്ഞക്കുരിയും കുറച്ച് മഞ്ഞക്കുരി കുഞ്ഞുങ്ങളുമാണ് കിട്ടിയിരിക്കുന്നത്. നാളെ നമുക്ക് കൂടുതൽ പ്രതീക്ഷിക്കാം. ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്, കഴിഞ്ഞ കാലത്തെ അനുഭവം അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളോട് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്ത് കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ. വീണ്ടും സന്ധിക്കും വരെയും നന്ദി, നമസ്കാരം.